എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു ദിവസം ദൈവം ഇന്ന് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. സ്വർഗവാണി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപിടി നല്ല ഗാനങ്ങളുമായി എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇതില് പങ്കെടുക്കണമെന്ന് നല്ല നാളുകളായി ഓർക്കണത്. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ കുറച്ച് നാളായിട്ട് എന്തോ ആരും ഇല്ലെന്ന് പറയണ്ടേ. അതെയോ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പാട്ടുകളെയൊക്കെ സ്നേഹിക്കുന്നവരെ കിട്ടുക എന്നുള്ളത്. ഭയങ്കര ഒരു സന്തോഷമാ. ആന്റി പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. ഞാൻ പാട്ട് ഇഷ്ടപ്പെടും. പിന്നെ പള്ളിയില് ഹോളി കമ്പനീന്റെ സമയത്ത് മിക്കവാറും കുറച്ചൊക്കെ പാട്ടൊക്കെ പാടും. ആണോ? അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 2 വരി സോങ് ഒരു പാട്ട് പാടാം. ഓക്കെ, പാടുക പാടുക. നിലനയം സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ തിരുവോസ്തിയായ നിലനയം സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ ഈശോ ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം. ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. അത്ര മതി. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ആന്റിയുടെ ആ സോങ് കേട്ടിട്ട് ആന്റി ഒരു പ്രൊഫഷണൽ സിംഗർ, ആ ഒരു ക്വാളിറ്റി ഉണ്ട് വോക്കലിന് കേട്ടോ. ഒത്തിരി സന്തോഷം. കാരണം അതിലുപരി ആന്റി പാടിയ ആ പാട്ടിന്റെ വരികള് എത്ര ചെറുതാവാൻ എത്ര വളരണം അല്ലേ? അതെ, വളരെ ഒത്തിരി അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ് പാടിയത്. വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കണം. ഇന്ന് ഞങ്ങൾ ആന്റിക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാ? ഇന്ന് ഞങ്ങൾ ആന്റിക്ക് വേണ്ടി കരയുന്ന മിഴികളിൽ, അത് എന്താന്നറിയാം, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ. തീർച്ചയായിട്ടും ഞങ്ങളത് തീർച്ചയായിട്ടും പാടുന്നതാണ്. ഇന്ന് ആന്റിക്ക് വേണ്ടിട്ട് വേറൊരു മനോഹര ഗാനം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ തീർച്ചയായും വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കുക. ഓക്കെ ആന്റി, ഗോഡ് ബ്ലെസ് യു. എനിക്ക് വളരെ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ആന്റി, ശരി. ഓക്കെ. ഇന്ന് നമ്മുടെ എറണാകുളത്ത് നിന്ന് വിളിച്ച ആന്റി എത്ര മനോഹരമായിട്ട് അവർ ആ പാട്ട് പാടിയല്ലേ. ഒത്തിരി അർത്ഥവത്തായിട്ടുള്ളൊരു സോങ്. അപ്പൊ നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ ഒരു ഗാനം പാടി കൊടുക്കാം അല്ലേ? എന്നേശുനാഥനേ എന്നാശ നീ, എന്നാളും മന്നിൽ നീ മതി. എന്നേശുനാഥനേ എന്നാശ നീ, എന്നാളും മന്നിൽ നീ മതി. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയ നേരം നേരം. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയ നേരം നേരം. കൈകാലുവാൻ കണ്ണൂനെ തുടയ്ക്കാൻ കർത്താവേ നീ അല്ലാതാരുമില്ല. കൈതാങ്ങലേകുവാൻ കണ്ണൂനെ തുടപ്പാൻ കർത്താവേ നീ അല്ലാതാരുമില്ല. ഈ ഗാനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരി ആശ്വാസവും ബലവും ഒക്കെയാണ്. നമുക്കിനി അടുത്ത കോളർ ആരാണെന്ന് നോക്കിയാലോ? ഓക്കെ, നോക്കാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് വിനോദ്, കൊല്ലത്ത്. വിനോദ് കൊല്ലം.
വിനോദേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ. അങ്ങനെ എന്താ പറയുന്നേ, ആരും ഇല്ലാന്നൊരു തോന്നൽ വേണ്ട. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. അതിലുപരി നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബലമാണ് നമ്മളെയൊക്കെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതോർത്ത് ഒരിക്കലും നിരാശപ്പെടണ്ട കേട്ടോ. ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ആക്സിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചേട്ടൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചേട്ടൻ ഒന്നിലും തളരുവോ ഒന്നും ചെയ്യരുത്. എപ്പോഴും ധൈര്യപ്പെടുക. കാരണം നമ്മൾക്ക് ആരും ഒരു പക്ഷേ ആശ്വസിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ആരും നമ്മുടെ കൂടെ കണ്ടില്ലെങ്കിലും നമ്മൾക്ക് അതിൽ തളർന്ന് മനസ്സ് മടുത്തൊരിക്കലും പോകരുത്. തീർച്ചയായിട്ടും ദൈവം കൂടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ സ്വർഗവാണി ഇതേപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഒത്തിരി ആശ്വാസം നൽകുന്നതാണ്. ചേട്ടന് എനിക്കറിയത്തില്ല ചേട്ടനോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കാര്യത്തിനും ഭാരപ്പെടണ്ട കേട്ടോ. ചേട്ടൻ്റെ മുമ്പേ കുറേ ടൈംസ് വിളിച്ചായിരുന്നു. നമുക്ക് കോൾ ഇങ്ങനെ കണ്ടിന്യൂസ് കയറി വരുന്നുണ്ട്. പല പല കോളേഴ്സ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇന്ന് ചേട്ടന് വേണ്ടി ഞങ്ങളൊരു ഗാനം പാടിത്തരാം. തീർച്ചയായിട്ടും ചേട്ടൻ്റെ ശരിക്കും ചേട്ടൻ്റെ ഇത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പാട്ട്, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. ചേട്ടന് ഈ പാട്ട് അറിയാമോ? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ഓക്കെ, എന്തായാലും ഞങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ വിധത്തിലുള്ള ആശ്വാസങ്ങളും നൽകട്ടെ. ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് പാടുന്നതായിരിക്കാം. ഏത് കഷ്ടാവസ്ഥയിലും ജീവിതത്തിൽ എത്ര പ്രതികൂലം ജീവിതത്തിൽ വന്നാലും അവിടെ എല്ലാം നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ അമ്മയുടെ ഒക്കെ സ്ഥാനത്ത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളിവിടെ ഒരു വലിയ ക്രൂ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ പേര് എഴുതി വെച്ച് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചേട്ടൻ ഒരു കാര്യത്തിലും വിഷമിക്കുവോ അധൈര്യപ്പെടുവോ ഒന്നും വേണ്ട. ഞങ്ങളൊക്കെ കൂട്ടത്തിലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ മനോഹരമായ ഒരു ഗാനം ചേട്ടന് വേണ്ടി പാടുന്നതായിരിക്കും. വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കുക. കാരണം നമുക്ക് കോളേഴ്സ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടൻ ഇനിയും വിളിക്കുക. ദൈവം ചേട്ടനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിനോദ് ചേട്ടൻ പറഞ്ഞതുപോലെ ഇതുപോലെ അച്ഛൻ അമ്മയൊക്കെ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ഒത്തിരി പേര് അദ്ദേഹം ഒരു ആശ്വാസത്തിന് വേണ്ടി വിളിച്ചതാണ്. തപ്പി പിടിച്ചിട്ട് എവിടെ നിന്നൊരു ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിൽ വിളിച്ചതാ. അല്ല, വാക്കുകളിൽ അത് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം അങ്ങനെയുള്ളവർക്ക് കൂട്ടുണ്ട്. അപ്പം എബി പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു ഗാനം നമ്മുടെ വിനോദ് ചേട്ടന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. ഗാനത്തിൽ പറയുന്നത് പോലെ ഇന്നലെയും ഇന്നും എന്നേക്കും ഒരിക്കലും കർത്താവ് അനന്യനല്ലല്ലേ. കർത്താവ് നമ്മുടെ കൂടെ നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ഓരോ നിമിഷവും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ആശ്വാസവും ബലവുമെല്ലാം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എന്താ പേരെന്താ? ഹെപ്സിബ. ഇത് എവിടുന്നാ വിളിക്കുന്നത്? വിളിക്കുന്നത് നിലമ്പൂരിൽ നിന്നാണ്. ഓ ശരി, അത്രയും ദൂരെ നിന്നാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ?
ആ കാണാറുണ്ട്. ഓക്കെ. ഓ, ശരി ശരി. ഹെപ്സിബ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. 2 മാസമായിട്ട്. ഹെപ്സിബ എന്നുള്ള പേര് ഷോർട്ടാക്കി ഞങ്ങൾ ഹെപ്സി എന്ന് വിളിച്ചോട്ടെ? ആ ഓക്കെ, വിളിച്ചോളൂ. ഓക്കെ. ഹെപ്സി, എനിക്ക് ആ വോയിസ് കേട്ടിട്ട് ഒരു സിംഗറിന്റെ ഒരു ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. അതെയോ? ചെറുതായിട്ട് അത്യാവശ്യം പാടുന്നേക്കാളാന്ന് തോന്നുന്നു. ഹെപ്സി, ഞങ്ങൾക്ക് വേണ്ടി ഒരു 4 വരി പാട്ട് പാടാമോ? പാടാം. ഓക്കെ, ഞങ്ങൾ വെയിറ്റിംഗിലാണ്, പാടിക്കോ. ഓക്കെ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, മാറോട് ചേർന്നിരുന്ന ഭയമില്ലയേ, അന്തേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ മതി യേശുവിന്റെ ഒരു മതി. കൊള്ളാം ഹെപ്സിബ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. നമ്മുടെ ബ്ലസൻ മാമിന എഴുതിയോ? അദ്ദേഹത്തിന്റെ പാട്ടാണല്ലേ? അതെ അതെ അതെ. അതെ, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. അതെ, യേശുവിന്റെ അന്ത്യം വരെയും ആ ചൂടും അത് യേശുവിന്റെ കൂടെയുള്ള ആ വാസം. എത്ര വളരെ വളരെ മനോഹരമായിട്ട് ഹെപ്സി പാടി കേട്ടോ. താങ്ക് യു. ഓക്കെ. ഹെപ്സി മാരീഡ് ആണോ? അതെ അതെ. ഓക്കെ. കുട്ടികളൊക്കെ 2 മക്കള് ആണല്ലേ? ഓക്കെ. അപ്പം ഇന്ന് ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഏത് പാട്ടാണ് ഹെപ്സിക്ക് വേണ്ടി പാടേണ്ടത്? പാടുന്ന പാട്ട് നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഞങ്ങളുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ് നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മ ഏകിടും സ്നേഹത്തെക്കാൾ. തീർച്ചയായിട്ടും ഹെപ്സിക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. നിലമ്പൂരിൽ നിന്ന് ഹെപ്സിയാണ് ഇപ്പോൾ വിളിച്ചത്. ഹെപ്സിയുടെ ആ ഒരു സെലക്ഷൻ, സോങ്ങിന്റെ ഒരു സെലക്ഷൻ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. കാരണം ആദ്യമേ ആ പാടിയ പാട്ട് തന്നെ യേശുവിനുള്ള യാത്ര പാടുകയും ചെയ്ത് അതിനകത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഹെപ്സി ആവശ്യപ്പെട്ട പാട്ട് നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, എല്ലാം ഒരു കണക്ഷൻ ഉണ്ടല്ലേ ആ പാട്ടുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമുക്ക് ഹെപ്സിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ മ്യൂസിക് ഫീൽഡിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒരു പുതിയ ജനറേഷനിലെ ഏറ്റവും നല്ല 2 എഴുത്തുകാരാണ് പാട്ട് 2 എഴുതിയിരിക്കുന്നത്. ഒന്ന് ബ്ലസൻ മേമന, സാമുവൽ വിൽസൺ. അതെ. അപ്പം നമുക്ക് ഈ ഗാനം ഹെപ്സിക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ നമ്മളുടെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗാനം. ഹെപ്സിയോട് ഒരിക്കൽ കൂടി ആ പാട്ട് സെലക്ട് ചെയ്തതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ഒരു വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വരികളാണ്. അങ്ങേ വിട്ടെങ്ങും പോവുകയില്ല ഞാൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഓക്കെ. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ഗാനമാണല്ലേ. നമുക്ക് ഇതിനു മുൻപ് നമ്മളെ വിളിച്ച നമ്മുടെ ഒരു കോളർ വിനോദേട്ടൻ അല്ലേ, അമ്മയില്ല അച്ഛനില്ല എന്ന് പറഞ്ഞ ഒത്തിരി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കുന്ന വിനോദേട്ടൻ നമ്മളെ വിളിച്ചായിരുന്നു. അപ്പം ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഈ ഗാനങ്ങളെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളൊരു സോങ്ങുകളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നവർക്കെല്ലാം ഒരു ആശ്വാസമാണ്, അതിലുപരി നമ്മൾക്കൊരു ആശ്വാസമാണ് അല്ലേ. തീർച്ചയായിട്ടും അപ്പം നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോൾ ആണെന്ന് നോക്കാം.
സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാന് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ പള്ളിക്കൽ പുന്നമൂട്. ഓക്കെ. പള്ളിക്കൽ നിന്ന് വിളിക്കുന്ന ആളുടെ പേര് ഉഷ. ഉഷ. ഓക്കെ, ഞങ്ങൾ ചേച്ചി ആന്റിന്ന് വിളിച്ചോട്ടെ? ഉഷ ആന്റിന്ന് വിളിക്കട്ടെ? എനിക്ക് 58 വയസ്സൊക്കെ ആയി. ഓ ശരി ശരി. ഓക്കെ. ശബ്ദം കേട്ടാൽ വളരെ സ്വീറ്റ് വോയിസ് ആണല്ലോ. അത് യേശുവിന്റെ കൃപ ഉണ്ട്. ആണല്ലേ? ഓക്കെ. ഉഷേന്റെ ഹൗസ് വൈഫ് ആണോ അതോ ജോലി ചെയ്യുവാണോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ റിട്ടയർഡ് വീട്ടിലാണ്. ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് അത്. ഓഹോ, ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം അത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു അറിയുന്നത് ഒരു വളരെ സന്തോഷമാണ്. അപ്പൊ സ്വർഗവാണിയിലേക്കൊക്കെ വിളിച്ച് പാട്ടുകളൊക്കെ പാടാറുണ്ടെന്ന് തോന്നുന്നല്ലോ. അന്ന് വിളിച്ച് എന്റെ കുഞ്ഞുമോള് പാടി. ഇന്ന് അവള് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉഷയാന്റിയിൽ നിന്ന് ഞങ്ങളൊരു ഗാനം വളരെ മനോഹരമായ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരുമക്കളാണെങ്കിൽ പള്ളിയിലെ സ്ക്വയറൊക്കെ പാടും. ഓ ശരി ശരി. ഓ ശരി. അപ്പൊ ഞങ്ങൾക്ക് ഒരു 4 വരി പാട്ട് പാടാവോ? ഓക്കെ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നീലല്ലാതെ ജീവനും സ്നേഹവും ഉഷേന്റി വളരെ മനോഹരമായിട്ട് പാടി. വളരെ പഴയൊരു ഗാനമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ഒക്കെ കൊയറിൽ പാടുന്ന മെയിൻ ഒരു സോങ് ആണെന്ന് തോന്നിയത്. ഹസ്ബൻഡ് പാടില്ല, എന്റെ 2 മരുമക്കളും പാടും. പിന്നെ എനിക്ക് രാവിലെ അല്ലെങ്കിലും ഞാൻ യേശുവിന്റെ പാട്ടും പാടിക്കൊണ്ട് എപ്പോഴും നടക്കും. എനിക്ക് എപ്പോഴും ഉള്ളു. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു ആശ്വാസം എന്ന് പറയുന്നത് യേശു ആണല്ലോ അല്ലേ? നമ്മളുടെ ഏത് അവസ്ഥയിലും നമ്മളെ താങ്ങി നിർത്തുന്നത് യേശു ആണല്ലോ. യേശുവിന്റെ കരമാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ യേശുനാഥനെ വിളിക്കുന്നത്, വാ വാ യേശുനാഥ അല്ലേ? അതെ. എന്റെ ഏറ്റവും ഹോബി എന്ന് വെച്ചാൽ ബൈബിൾ കിസാണ്. ബൈബിൾ കിസ് ഞാൻ ഇവിടെ അതോടെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ബൈബിളൊക്കെ സമ്മാനമായിട്ട് കിട്ടി. പിന്നെ വെമ്പായപ്പന്റെ യേശുവിന്റെ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, എന്തോ അവിടെ അതിന്റെ ഒരു ആണല്ലേ? ഓ ശരി ശരി. ഞങ്ങൾ പോയിരുന്നു, കാണാനൊക്കെ പോയിരുന്നു. എങ്കിലും ഞാൻ ബൈബിൾ കിസിന് വിളിച്ചു എനിക്ക് എല്ലാം പറഞ്ഞതുകൊണ്ട് അവരവിടെ നിന്ന് വീണ്ടും എനിക്കൊരു ഇത് അയച്ചു തന്നത്. ബൈബിളും തന്നെ അതിന് കണ്ടു കാണേണ്ട ഒരു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ദൈവം ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഉഷയാന്റി അല്ലേ? അയ്യോ, ഉപയോഗിക്കുന്ന വെച്ചാൽ എന്റെ ദൈവം അത് പറയാൻ പറ്റാത്ത ഉപയോഗങ്ങളാണ്. അതെ അതെ, അതാണ് നമുക്ക് അങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് മണി പറയുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കത്തില്ല നമ്മുടെ ടെസ്റ്റ് മണീസ്. അതാ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അത്രയ്ക്കുവാ. ബൈബിൾ കിസിൽ പങ്കെടുത്തപ്പോൾ എല്ലാം എന്റെ ടെസ്റ്റ് മണി പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഉഷാന്റി സംസാരിക്കാൻ കഴിഞ്ഞതിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പാടിയ പാട്ടിന് പ്രത്യേക ഒരു നന്ദിയുണ്ട്. ഓക്കെ, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ, അതുപോലെ മരുമക്കളെ അവരൊക്കെ ഇനിയും കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഉഷ ചേച്ചിക്ക് സ്വർഗവാണിയിലൂടെ ഞങ്ങൾ ഒരു ഗാനം പാടി തരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും വിളിക്കുക സ്വർഗവാണിയിലേക്ക്. ഒരു പാട്ടിന് പറയട്ടോ? പറഞ്ഞു. അതറിയാമെങ്കിൽ പാടണം, അല്ലെങ്കിൽ വേറെ പറയാം. ഞാനും അറിയാമോ? യേശുവെ കാണും. തീർച്ചയായിട്ടും ഞങ്ങള് നെക്സ്റ്റ് ടൈം ആ പാട്ട് പാടുന്നതായിരിക്കും. ഇന്ന് ഉഷാന്റിക്ക് വേണ്ടി ഞങ്ങൾ വേറൊരു പാട്ട് യേശുവിൻ സ്വന്തം ഹല്ലേലൂയ എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയ ഒരു ഗാനമാണ്. ആ പാട്ട് ഇന്ന് ഞങ്ങൾ ഉഷാന്റിക്ക് വേണ്ടി പാടുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. ഓക്കെ ശരി. നമ്മുടെ ഉഷാന്റിയാണ് ഇപ്പൊ വിളിച്ചത്. അവരുടെയൊക്കെ ആ ഒരു സന്തോഷം, ആ ഒരു എനർജി, പാട്ട് പാടാൻ പറയുന്നത് ചാടി ഈ സമയത്തും. അതെ, 58 വയസ്സ് എന്തുകൊണ്ട്, പക്ഷെ എത്ര ബ്ലെസ്സിംഗ് ആയിട്ട് അതിന്റെ ആ പാട്ട് പാടിയത്. യേശുനാഥ, യേശുനാഥനെ ഇങ്ങനെ വിളിച്ച് അരികിലേക്ക് എപ്പോഴും ആകർഷിക്കും. ഞാൻ എപ്പോഴും ഈ പാട്ട് പാടിക്കൂടെ നടക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഉഷാന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് യേശുവിൻ സ്വന്തം ഹല്ലേലൂയ എന്നോട് പഴയൊരു ഗാനമാണ്, നമുക്കത് പാടാം ഉഷാന്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ.
സോങ് ആണ്. ഈ പാട്ട് പറയുമ്പോൾ എൻ്റെ പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനുണ്ട്. Blessed assurance, Jesus is mine. ഇത് ആ സമയത്തൊക്കെ ഒത്തിരി ഹിറ്റായിട്ടിരിക്കുന്ന ഒരു ഗാനമായിരുന്നു. എല്ലാ ചർച്ച് കൊയറുകളിലും അതുപോലെ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ഒത്തിരി ബ്ലെസ്സഡ് ആയിട്ട് പാടിയിരുന്ന ഒരു സോങ് ആണ്. ഇതിൻ്റെ മലയാളം അതേപോലെ നിലനിൽക്കുന്ന ഒരു പാട്ടാണ്. അതിന് മലയാളവും ഇംഗ്ലീഷും എല്ലാം. അപ്പം വളരെ ഒരു ബ്ലെസ്സിങ് സോങ് ആണ്. ഇതൊക്കെ പാടുമ്പോൾ ആ ഒരു ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഇനിയും പാടാനായിട്ടുള്ള അവസരം ദൈവം തരട്ടെ. അതുപോലെ പുതിയ ഗാനങ്ങൾ ഉണ്ടാകട്ടെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഞാന് മാരാമം നിന്ന് പൊന്മിലിന് ജോയ്. ജോസ്. ജോയ് ജോയ് എന്നാണോ നിങ്ങളെ പേര്? ജോയ്. മറ്റേ പേര് ബീൽപോസ് ജോയി എന്ന് പറഞ്ഞാൽ മതി. അതല്ല, എനിക്കതാ ഇഷ്ടം. സന്തോഷവും വലിയ അർത്ഥം. അതെ അതെ അതെ. ഓ അങ്കിള് ഓക്കെ. എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് 80 വയസ്സുണ്ട്. ഓ കഴിഞ്ഞ ആഴ്ചയില് എന്റെ ഭാര്യ മരിച്ചുപോയി. നിങ്ങളുടെ എല്ലാ ഇതും ഞങ്ങളെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. ഒത്തിരി ആശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ. എങ്കിലും ഞങ്ങളുടെ ഗാനങ്ങളൊക്കെ അങ്കിളിന് ആശ്വാസം ഒത്തിരി ഉണ്ടാകുന്നുണ്ട് എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വേദന ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാൻ പറ്റൂ. ദൈവം ദുഃഖം തരുമ്പോൾ ഞാൻ സ്വോത്രം പറയും. കാരണം നല്ല കാര്യമാണ്. അതെ അതെ അതെ. നമുക്ക് അങ്ങനെയാണല്ലോ. നമ്മള് ഒരു ദുഃഖങ്ങളും നമുക്കില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ഓർക്കത്തില്ല നമ്മുടെ ലൈഫിൽ, അല്ലേ? സത്യമാണ്. അതെ. വേദന വേണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം വേദന ഉണ്ടെങ്കിലേ ദൈവത്തെ അറിയത്തുള്ളൂ. അതെ അതെ അതെ. ഇപ്പൊ നമ്മള് ബൈബിള് വായിച്ചാൽ തന്നെ നമുക്ക് ആദ്യം തൊട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് മോശ, അബ്രഹാം, യോസഫ്, ഇങ്ങനെ ഹിസ്റ്റോറിക്കലായിട്ട് എല്ലാം പിതാക്കന്മാരെ എടുത്തു നോക്കിയാലും അവരെല്ലാം ആ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് അടുത്ത ചരിത്രമായ ആളുകളാണ്. ഞാൻ ജീവിതത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവനായിരുന്നു. കാരണം എന്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. എന്റെ അമ്മയെ കണ്ടില്ല. പിന്നെ കണ്ടാനമ്മയായിരുന്നു. അവര് നമ്മളോട് ചെയ്യാൻ ഉപദ്രവമൊക്കെ ചെയ്തെങ്കിലും അവരോട് പോലും നിരോധനിക്കില്ല. ഞാൻ അവരെ അടക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇവർക്ക് നിന്നും അറിയാതെ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ വെളിയിൽ പോകും. നമ്മുടെ ഒരു പാട്ട് പറയുന്നുണ്ടല്ലോ, അപ്പനും അമ്മയും വീടും ധനങ്ങളും എല്ലാം കർത്താവാണ്, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി, അല്ലേ? ശരിക്കും അങ്ങളോട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നു. അല്ല, പറഞ്ഞില്ലേ മോളെ, നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നു. ഞാൻ ഭർത്തമകനാണ്. പിന്നെ അവരുടെ ആഗ്രഹം അനുസരിച്ച് പിന്നെ അടക്കവും എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ പ്രതീക്ഷയിനപ്പുറമായിട്ട് രാജകീയമായിട്ട് ചെയ്തു. അതെല്ലാം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് ആണ്, അല്ലേ? അതെ അതെ അതെ. ഒത്തിരി അവ എന്നോട് പല കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്നെ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, പിന്നെ തിരുമേനി വേണം. തിരുമേനോട് ഞാൻ പറഞ്ഞ ആ സെക്കൻഡ് വന്നു. എല്ലാ കാര്യം മുന്നേറ്റ് ലോകത്തിൽ ഏറ്റവും ചെറുതാണ് ഞാൻ കേട്ടോ. ഞാനേ ലോകത്തിൽ ഏറ്റവും ചെറു. ഞാൻ എന്നും ദൈവത്തോട് പറയും, ദൈവത്തിന്റെ പാത മാത്രം മതി, എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. അതെ അതെ. ഞാൻ ജോയി അങ്കിളിനോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് ചെന്നിട്ട് അന്നത്തെ ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു, അല്ലേ, യേശു നിന്റെ പുറകെ വന്ന യേശു അവിടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ യോഹന്നാൻ പറഞ്ഞൊരു മറുപടി അത്, ഞാനോ കുറയണം അവനോ വളരണം, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജോയി അങ്കിളിനുണ്ട്. അതാണ് ഇത്രയും ബ്ലെസ്സിങ്സ് ഒക്കെ. ഈ ജോയി എന്ന പേര് അങ്കിളിന് എന്തുകൊണ്ടും മാച്ചാവുന്ന പേരാണ്. കാരണം അങ്കിളിന്റെ ക്രിസ്തുവിനുള്ള പ്രത്യാശ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഞങ്ങളെ തിരുമേനിമാര് എപ്പോഴും പറയും, തിരുമേനി അച്ഛനൊക്കെ പറയും, ജോയി എന്ന പേരുള്ള പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ അച്ഛനെ പോലെ ആരെയും കണ്ടിട്ടില്ല. കാരണം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഞാൻ പല പ്രാവശ്യം വേദനിച്ച്
പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പറയാറുണ്ടായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് സംഭവിച്ചത്. പുള്ളിയെ കൂടി പറഞ്ഞു, എന്റെ കൃപ നിനക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതെ, നിന്റെ കൃപ. അതോടുകൂടി ഞാൻ എല്ലാം നിർത്തി. എനിക്ക് ഭൂമിയിലെ ഒന്നും ആവശ്യമില്ല. അതെ, ഓക്കെ. അങ്കിളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. അങ്കിളോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ, അങ്കിളുടെ നല്ല വാക്കുകൾ കേട്ടതിൽ. ഏറ്റവും മനോഹരമായ ഒരു ഗാനം നമ്മുടെ ജോയ് അങ്കിളിന് വേണ്ടിയിട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, ഇനി അങ്കിളെ ഇനിയും വിളിക്കണം കേട്ടോ, അവസരമൊക്കെ ഇടുമ്പോൾ അങ്കിൾ ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്കിളിനെ ഈ പ്രത്യാശയോടെ കർത്താവ് നിലനിർത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇപ്പം വിളിച്ചത് നമ്മുടെ ജോയ് അങ്കിളാണ് അല്ലേ? ഏറ്റവും നല്ലൊരു പ്രത്യാശയാണ് നമ്മുടെ ജോയ് അങ്കിളിന് വേണ്ടിയിട്ട് നമുക്ക്. അതെ അതെ, എന്നെ മനസ്സിൽ ഒത്തിരി എന്നെ എപ്പോഴും ആശ്വസിപ്പിക്കാറുള്ള സന്തോഷിപ്പിക്കാറുള്ള ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ പാടാം. ഫേബി എൻ്റെ കൂടെ ചേർന്ന് പാടണം. ഓക്കെ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാളേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാളേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. നല്ല ഗാനങ്ങളുമായി ഇന്ന് സ്വർഗവാണി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ ദൈവം എല്ലാവരെയും തൻ്റെ ചിറയിൻ മറവിൽ സൂക്ഷിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.